അനേകർ സമൂഹത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ജീവിതത്തിന്റെ നൈരാശ്യത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ആത്മഹത്യാ പ്രവണതകൾ വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ എവിടെ നോക്കിയാലും മനുഷ്യന് സമാധാനം ലഭിക്കുന്ന വാർത്തകളൊന്നും നമുക്ക് കേൾക്കുവാനും കാണുവാനും കഴിയുന്നതല്ല. എന്നാൽ ഈ വൈകിട്ട് സമയത്ത് ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നറിയിക്കുന്ന ഈ സന്ദേശം, ഇത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. ഇത് സമാധാനത്തിന്റെ സന്ദേശമാണ്. സുവിശേഷം എന്നാൽ എന്തല്ല എന്ന് നിങ്ങളോട് ഒരു വാക്ക് പറയട്ടെ. സുവിശേഷം ഒരു മതപ്രസംഗമല്ല. സുവിശേഷം ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല. സുവിശേഷം ഒരു കെട്ടുകഥയല്ല. ബൈബിൾ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷമെന്ന് അപ്പോസ്തലനായ പൗലോസ് ബൈബിളിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ യേശു ക്രിസ്തുവാണ് സുവിശേഷത്തിന്റെ മുഖ്യ ഘടകം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ? ക്രിസ്തു മതത്തിന്റെ ആളല്ലേ യേശു? പ്രിയപ്പെട്ടവരെ, 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ബൈബിളിൽ യേശു ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനെ കുറിച്ച് പറയും. എന്നാൽ അതിലൊരിടത്തും യേശു ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് പ്രതിപാദിക്കുന്നില്ല. ക്രിസ്തു മതത്തെക്കുറിച്ച് ബൈബിൾ പ്രതിപാദിക്കുന്നില്ല. പിന്നെ ഈ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ബൈബിളിൽ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് പരിചയപ്പെടുത്തുന്നത്. പാപത്തിലകപ്പെട്ട് പാപഭംഗുരമായ ജീവിതങ്ങൾ നയിക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന സന്ദേശമാണ് ഈ സുവിശേഷം. യേശു ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പാണ് യേശു ക്രിസ്തുവിലൂടെ സാധ്യമാകുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നുവെന്ന് തിരുവചനം പറയും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് തിരുവചനം അരുളി ചെയ്യുകയാണ്. എന്താണ് രക്ഷ? ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ശിക്ഷാവിധിയിൽ അകപ്പെടേണ്ടിയിരിക്കുന്ന, മരണശേഷം നിത്യശിക്ഷാവിധിയിൽ അകപ്പെട്ട് പോകേണ്ടിയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിന്റെ രക്ഷയാണ് യേശു ക്രിസ്തുവിലൂടെ സാധ്യമാകുന്നത്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. അപ്പോൾ യേശു ഒരു വഴിയാണ്. നമ്മുടെ ആത്മാവിന്റെ രക്ഷയുടെ വഴി മാത്രമാണ് യേശു. അതുകൊണ്ട് നിങ്ങൾ ആര് തെറ്റിദ്ധരിക്കില്ലേ, ഇതൊരു മതപ്രസംഗമല്ല. യേശു ഒരു മതത്തിന്റെ വക്താവുമല്ല. സർവോപരി ലോകത്തിന്റെ രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങളുടെ വീട്ടിലുള്ള കലണ്ടർ കിടക്കുന്നുണ്ട്. ആ കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് 2025, AD 2025. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തെ രണ്ടായി വിഭാഗിച്ചു, AD എന്നും BC എന്നും. AD എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡൊമൈൻ അല്ലെങ്കിൽ ആഫ്റ്റർ ഡെത്ത്. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്. പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തെ രണ്ടായി വിഭാഗിച്ച ചരിത്ര പുരുഷൻ കൂടിയാണ് യേശു ക്രിസ്തു. ഉലകത്തിൽ അനേക മഹാന്മാരുണ്ടായിട്ടുണ്ട്, രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്, അനേക ഉന്നതന്മാരുണ്ടായിട്ടുണ്ട്, അനേക മതനേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് യേശുവിന്റെ ജീവിത ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ലോക ചരിത്രം രണ്ടായി വിഭാഗിക്കപ്പെട്ടത്? മറ്റുള്ള ഉലകത്തിലുള്ള ആരുടെയും പേരിൽ ഈ ലോക ചരിത്രം രണ്ടായി വിഭാഗിക്കപ്പെട്ടില്ല. അവൾ ചരിത്രം സമ്മതിക്കുന്നു, യേശു വന്നു, യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ചരിത്രം സമ്മതിക്കുക. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു, ഞങ്ങൾ ഉയർത്തുന്ന ദൈവം, ഈ കർത്താവ് ഈ ലോകത്തിൽ വന്ന് ജനിച്ചവനല്ല, ഈ ലോകത്തിൽ ഉളവായവനല്ല, ആരുടെയെങ്കിലും മകനായി പിറന്നവനല്ല. ദൈവത്തെ ജനിപ്പിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ വന്ന് വിവാഹം കഴിച്ച് മക്കളെ ഉണ്ടാക്കിയ ദൈവത്തെയല്ല ഞങ്ങൾ ഉയർത്തുന്ന യേശു.
മരിച്ച മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ ഉലകത്തിൽ പല മഹാന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഈ ലോകത്തിന്റെ മധ്യഭാഗമായി നിൽക്കുന്ന മധ്യപൂർവ ഏഷ്യ ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്ത് യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവൻ അവിടെ ഇല്ല.